നമ്മളിപ്പോൾ വണ്ടി പട്ടിമറ്റം ഷോറൂമിലേക്ക് കൊണ്ടുകൊടുക്കാൻ പോകണമെങ്കിൽ എഞ്ചിനും ആണെങ്കിൽ ഇപ്പോൾ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എന്തായി ഒരു ചെറിയൊരു കയറ്റമാണിത്. ഇതൊക്കെ വണ്ടി ഇതാ നോർമൽ ക്ലച്ച് റിലീസ് ചെയ്തപ്പോൾ തന്നെ വണ്ടി സ്മൂത്തായിട്ട് നീങ്ങുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നീങ്ങുന്നുണ്ട്. നമുക്കിതൊന്ന് ഷോറൂമിൽ കൊടുത്ത് നോക്കണം. നിലവിലിപ്പോൾ മറ്റേ ഷോറൂമിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ എന്തോ ഒരു ECU അങ്ങനെ എന്തോ ഒരു സാമാനം കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വാറണ്ടി ഉണ്ടെങ്കിൽ വാറണ്ടിയിൽ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം 5 രൂപ ആ സാധനത്തിന് കോസ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ലേബർ ചാർജ് വേറെയും വരും. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് ഏതായാലും ഷോറൂമിലൊന്ന് പോയി നോക്കാം. എന്നിട്ട് ഇതിൻ്റെ വാറണ്ടി അവൈലബിൾ ആണോ, അത് ബാക്കി ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അവിടെ നമ്മളിപ്പോൾ ക്ലച്ച് വിട്ട ടൈമിൽ റൈസ് ആവണുണ്ടോ, ഇങ്ങനെ വിട്ട് ഇങ്ങനെ റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്തിട്ടുള്ളൂ, ആക്സിഡൻറ്റ് കൊടുക്കണില്ല. വണ്ടി കണ്ടില്ലേ, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കയറ്റമാണ്. വണ്ടി നോർമൽ സ്പീഡിലാണ് വണ്ടി പോകുന്നത്. വണ്ടി ലോഡ് വന്നു തുടങ്ങി. ഫസ്റ്റിലാണ് നമ്മൾ വണ്ടി അധികം ബുദ്ധിമുട്ടാക്കുന്നില്ല. അപ്പോൾ ഇനി ഒന്ന് വണ്ടി ആക്സിഡൻറ്റ് കൊടുത്തന്നെ പോയി നോക്കാം. വേണ്ടത് നല്ല റൈസാണ്. ഇതിൽ കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ പട്ടിമറ്റം എൻഫീൽഡിൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ECU അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി, അതാണ് കംപ്ലൈൻറ്റ് ഉണ്ടാവുമെന്ന് പറയുന്നത്. ECU എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതിനകത്ത് ഈ ബോക്സിനകത്ത് തന്നെ ഈ കറുത്ത കട്ടയാണ് ECU. ഇതിനാണെങ്കിൽ 5000 രൂപ വിലയുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് സർവീസ് ഇല്ല, വാറണ്ടി ഇല്ല. അതുകൊണ്ട് നമുക്കിതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് നന്നാക്കേണ്ടി വരും. അപ്പോൾ നോക്കാം.